GS3 വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്റേണൽ സെക്യൂരിറ്റി. വളരെ ചെറിയ സിലബസും എന്നാൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരാനും സാധിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഇന്റേണൽ സെക്യൂരിറ്റി. ഇന്റേണൽ സെക്യൂരിറ്റിയുടെ സിലബസ് എന്ന് പറയുന്നത് ഒരു 7-8 സബ് ഹെഡിങ്സ് ആണ് നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ സിലബസിലേക്ക് വരുമ്പോഴുള്ളത്. ഒന്ന്, ലിങ്കേജ് ബിറ്റ്വീൻ എക്സ്ട്രീമിസം ആൻഡ് ഡെവലപ്മെൻറ്റ്. 2, ലിങ്കേജ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ടെററിസം മാത്രമായിട്ടും ഓർഗനൈസ്ഡ് ക്രൈമും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് പഠിക്കണം. പിന്നെ ഒന്നുള്ളത് ബോർഡർ സെക്യൂരിറ്റി ചലഞ്ചസ് ആണ്. മറ്റൊന്ന് സൈബർ സെക്യൂരിറ്റി ചലഞ്ചസ് ഉണ്ട്. റോൾ ഓഫ് സോഷ്യൽ മീഡിയയും റോൾ ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഇൻ ക്രിയേറ്റിംഗ് ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ചസ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. പിന്നെ ഉള്ളത് റോൾ ഓഫ് സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് ഇന്റേണൽ സെക്യൂരിറ്റി ചലഞ്ചസ് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ദർ മാൻഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ. ഇങ്ങനെ ഏതാണ്ട് ഒരു 6-7 അല്ലെങ്കിൽ മാക്സിമം 8 ഒരു ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ നിന്ന് മൊത്തം സിലബസിലുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാ വർഷവും മെയിൻസിന് ഒരു 50 മാർക്കിന് ഇന്റേണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ക്വസ്റ്റ്യൻ, ഒരു 2 10 മാർക്കിൻ്റെയും ഒരു 2 15 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ചോദിക്കാറുള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ള ഒരു 7-8 ടോപ്പിക്സിൽ നിന്ന് തന്നെയാണ് എല്ലാ വർഷവും മാറി മാറി ചോദിക്കുന്നത്. അതായത് നമ്മളൊരു 8 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 4 ടോപ്പിക്കോളം ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 50 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായാലും ഒരു 30 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ആൻസർ എഴുതാൻ നേരത്തെ നമുക്ക് നമ്മുടെ നോട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നോട്ടിൽ നിന്ന് അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ഇന്റേണൽ സെക്യൂരിറ്റിയിൽ ചോദിക്കാറുള്ളത്. വല്ലപ്പോഴും കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാൽ പോലും അതിൻ്റെ കണ്ടന്റ് നമുക്ക് സ്റ്റാറ്റിക് കണ്ടന്റിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ഇന്റേണൽ സെക്യൂരിറ്റി GS3 എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GS3 പൊതുവെ ആളുകൾക്ക് മാർക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടുന്ന സബ്ജക്റ്റാണ്. അതിനുള്ളിൽ തന്നെ ഒരു 30 മാർക്കോളം അല്ലെങ്കിൽ 50 മാർക്കിൽ 30 മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്റേണൽ സെക്യൂരിറ്റി. അതുകൊണ്ടാണ് ഇന്റേണൽ സെക്യൂരിറ്റി GS3 വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായി മാറുന്നത്. താങ്ക് യു.